വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ആദ്യം എത്തുന്ന പേരായി മാറിയിരിക്കുകയാണ് സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. ഓരോ വിദ്യാർത്ഥിക്കും മികച്ച വിദേശ പഠനത്തിലൂടെ നല്ല ഭാവി ഒരുക്കാനുള്ള നിരന്തരമായ പരിശ്രമത്തിലാണ് സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. ചിലപ്പോൾ ഞാൻ ഇവനും വിനായകം കൂടെ ചേർന്നിട്ടായിരിക്കും ഇവനായിട്ട് ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മൂന്ന് ഇവനെ കളിയാക്കും. അങ്ങനെ നമ്മൾ വെറുതെ ആയിട്ട് കളിയാക്കും. പിന്നെ നമ്മൾ നാലുപേരും ചേർന്നിട്ട് വേറെ കളിയാക്കുന്ന അവരറിയത്തില്ല. അത് നമ്മൾ തന്നെ പിന്നെ നമ്മളെ കാറിൽ കയറിയിട്ട് അവർ അനുകരിക്കും. നമ്മളെ വേൾഡിലാണ് അതൊക്കെ നടക്കുന്നത്. ഏതെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. അപ്പൊ ആദ്യം ഞാനാണ് പോണെങ്കിൽ അവന്മാർക്കറിയാം ഞാൻ പോണ വഴിയിൽ ഉമാരെ കൊണ്ട് പോകും. മനസ്സിലായില്ലേ? അപ്പൊ ഒരുത്തനെങ്കിലും ഗൾഫിൽ ഏതെ കുറ്റി തളി ഇനി അവിടെ ചെന്നിട്ട് എനിക്കൊരു വിസ അയക്കണേ എന്ന് പറയുന്ന കണക്കാ. നമ്മളൊരു ചെയിൻ കണക്കാണ്. ഇങ്ങനെ പുറത്ത് ഒരാളെ ഇനി അടിച്ച് പിന്നെ ഇതൊക്കെ വരും. കട്ട് ചെയ്ത നീ കൂടെ എന്തെങ്കിലും പറ. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു സിനിമ എടുത്താൽ എനിക്ക് എന്തുമാത്രം ഫ്രീഡം കിട്ടും. എനിക്ക് അത്രയും ഫ്രീഡം ഈ പടത്തിലുണ്ടായിരുന്നു. അണ്ണനെ പറ്റിയാ പറയുന്ന മുഖം നനക്കണ്ണ. ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കണം എനിക്ക് നിർത്തുന്നത്. കുറെ നേരം ഉറങ്ങിയിരുന്ന പിള്ളേരാ ചാടി എണീറ്റില്ല. അതെ അതെ. ഈ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരു ടീമും കൂടി ഉണ്ട് വാഴയില്. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആണ്. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ്? ആൻഡ് വാട്ട് ഈസ് ആക്ച്വലി ഫ്രണ്ട്ഷിപ്പ് ടു യു? കൂട്ടുകെട്ടിന് അങ്ങനെ വേണം ഇങ്ങനെ വേണം, കൂട്ടുകാർ അങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ക്യാരക്ടർ മനസ്സിലാക്കി വേണം നമ്മൾ നിൽക്കാനുള്ള. ഇപ്പം ഒരു ഗ്യാങ്ങിന്റെ ഇടയിൽ പോയിട്ട് അവരുടെ ഇടയിൽ അങ്ങനെയാണെന്ന് വെച്ച് നമ്മളുടെ ഇടയിൽ അങ്ങനെ ആവണമെന്നില്ല. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ വേറെ സ്വഭാവമായിരിക്കും. ഇപ്പം വേറൊരു കൂട്ടുകാരൻ അങ്ങനെയാണെന്ന് വെച്ചാൽ അവനെ പോലെ ഇവനാവരുതെന്ന് ചിന്തിക്കരുത്. അത് ഓരോരോ ക്യാരക്ടർ മനസ്സിലാക്കി നിൽക്കുമ്പോഴാണ് ഒരുവിധമുള്ള പ്രശ്നം തീരുന്നത്. അപ്പം ഞാൻ ചിലപ്പം ഇവൻ്റെ അടുത്ത് ഒരു കാര്യം എടുത്ത് പറയുന്നെങ്കിൽ അവൻ്റെ അടുത്ത് അത്ര പറയത്തില്ലായിരിക്കും. കാര്യം അവൻ്റെ അടുത്ത് അത് പറഞ്ഞാൽ ചിലപ്പോൾ അവന് വിഷമമായിരിക്കും. അതെനിക്ക് മനസ്സിലാവണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് ഓരോ രീതിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പം. എന്ന് പറഞ്ഞ് എല്ലാം നോക്കി കണ്ട് വേണമെന്നല്ല. ചില കാര്യങ്ങൾക്ക് അവർക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ കാണും. അത് മനസ്സിലാക്കി അത് പറഞ്ഞു. പിന്നെ ഒരുപാട് ഈ നിയമങ്ങളും കാര്യങ്ങളും നോക്കാറില്ല ഫ്രണ്ട്ഷിപ്പിൽ. അതെ, നമ്മൾ നോർമലി നിൽക്കും. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ആ ഒരു ഒരേ കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മൾ നാലുപേര് മാത്രം സംസാരിക്കുന്ന ഒരു വേൾഡ് ഉണ്ട്. അത് വേറെ ആർക്കും മനസ്സിലാവത്തില്ല. ഇപ്പം ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കാണിച്ചാൽ അവനെ അത് കിട്ടുള്ളൂ, ഇവനും കിട്ടും. ഇപ്പൊ നമ്മളോട് കുറച്ച് നാൾ നിൽക്കുമ്പോഴേ വേറൊരാൾക്ക് മനസ്സിലാവും. ഇപ്പം ഒരു ഗ്യാങ്ങിന്റെ ഇടയിൽ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ആദ്യമേ അവർക്ക് അവരെ തമാശ ഒന്നും മനസ്സിലാവില്ല. അതുപോലെയാണ് നമ്മളെ വീഡിയോ കേട്ടാ. കാര്യം നമ്മൾ ആ വേൾഡിൽ വന്ന് കുറച്ച് കഴിഞ്ഞാലേ ആ ഒരു ഇതിലോട്ട് എത്തുള്ളൂ. അജിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ കണക്ക് നമ്മള് തമ്മിൽ അടി ഉണ്ടാവാറുണ്ട്, വഴക്കുണ്ടാവാറുണ്ട്. അടി എന്ന് പറഞ്ഞാൽ ഇടി അങ്ങനെയുള്ളതല്ല, വഴക്കുണ്ടാവാറുണ്ട്. വാക്ക് തർക്കം അപ്പൊ അതുണ്ടാവാറുണ്ട്. നമ്മൾ തന്നെ എല്ലാം എന്തിലാ വാക്ക് തർക്കം ഉണ്ടാവാറുള്ളത്? മേജർ വീഡിയോ എടുക്കുന്ന കാര്യത്തിലാണോ? എല്ലാ കാര്യങ്ങളും. അതായത് ഇപ്പം നമ്മള് ചെറിയ കാര്യത്തിലാണ് ചിലപ്പം എടാ നീ അവിടെ പോയപ്പോ എന്നെ വിളിക്കാനുണ്ട്, അങ്ങനെയുള്ള കുഞ്ഞെന്തെങ്കിലും കാര്യത്തിന് അതുണ്ട്. ആ പരിപാടി ഉണ്ട്. അതിനെക്കാട്ടി പ്രശ്നം വെച്ചാൽ നമ്മളിപ്പോ കാറിൽ പോണു, ഒരു പെങ്കൊച്ച് നീലുടുപ്പിട്ടങ്ങ് മാനെന്ന് വെച്ചോ. ഞാനും വിനായകനും ഒക്കെ അത് കണ്ടത്. ഇപ്പൊ കാണാത്ത രണ്ടുപേരുണ്ട്. ഇപ്പൊ വിനായക് പറയും അത് ചുവപ്പ് ഒരു പക്ഷേ, ഞാൻ പറയും മഞ്ഞ. ഇപ്പൊ ഇവന്മാരെ ഏറ്റുപിടിക്കും. അങ്ങനെ പ്രശ്നമാവും. പിന്നെ വണ്ടി തിരിക്കും, നോക്കും, അത് അങ്ങനെ പറയും. അത് തന്നെ വലിയൊരു അടിയോ. ഞാൻ കണ്ടാണ് ഈ ഇന്ന് കാർ വന്നപ്പോ എന്താ നടന്ന അന്ന് വന്നപ്പോ ബോർഡ് ഒരു സ്ഥലപ്പേര് കണ്ട്. അപ്പൊ അവൻ പറഞ്ഞ അത് അങ്ങനെയാണെന്ന്, ഇവൻ പറഞ്ഞ അതല്ലെന്ന്. അങ്ങനെ വണ്ടി തിരിച്ച് പോയി ആ ബോർഡ് നോക്കി അങ്ങനെ കൺഫേം ആക്കുമ്പോൾ നമ്മൾ പറയും സോറി പറയും. അതെ അതെ. പിന്നെ ഒരു കാര്യം കൂടെ പറയണല്ലേ, നമ്മൾ ഭയങ്കരമായിട്ട് കളിയാക്കുന്ന പറഞ്ഞാൽ അത് ചിലപ്പോ ഞാനും ഇവനും വിനായകം കൂടെ ചേർന്നിട്ടായിരിക്കും ഇവനായിട്ട് ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മൂന്ന് ഇവനെ കളിയാക്കും. അങ്ങനെ നമ്മൾ വെറുതെ ആയിട്ട് കളിയാക്കും. പിന്നെ നമ്മൾ നാലുപേരും ചേർന്നിട്ട് വേറെ കളിയാക്കുന്ന അവരറിയത്തില്ല. അത് നമ്മൾ തന്നെ പിന്നെ നമ്മളെ കാറിൽ കയറിയിട്ട് അവർ അനുകരിക്കും. നമ്മളെ വേൾഡിലാണ് അതൊക്കെ നടക്കുന്നത്. അതായത് ഓരോ കാര്യങ്ങളിലില്ല ബ്രോ ഇല്ല. അതാ നമ്മൾ എപ്പോഴും കയറിയിട്ട് കളിയാക്കി മൈക്കുമായിട്ടൊന്നും വരയില്ലല്ലോ. നമുക്ക് സെറ്റിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റും. നമ്മളെല്ലാം ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്ന. അപ്പൊ ഈ മൈക്ക് ഇരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് വേടാ കാണിച്ചു വെച്ചാൽ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ മൈക്ക് വെച്ചോണ്ടിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയും ഇങ്ങനെ കാണിക്കും, ഊരിയില്ല. പിന്നെ ആള് അവസാനം പിന്നെ ആൾക്ക് നമ്മളെ മനസ്സിലായി. അതുകൊണ്ട് പിന്നെ ആള് ആദ്യമേ വന്നിട്ട് മൈക്കങ്ങ് വരും, പറയുന്നത് കേൾക്കാൻ വയ്യാത്തോണ്ട്. നിങ്ങളുടെ ഈഗോ ക്ലാഷ് ഉണ്ടാവാറുണ്ടോ? ഹാഷിർ എന്നെക്കാളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ചിന്തിക്കാനുള്ള ബുദ്ധി ചിലപ്പോൾ വന്ന് കാണത്തില്ല. അതുകൊണ്ടായിരിക്കും അത് ചിന്തിക്കുന്നില്ല. ആരെങ്കിലും ഒരുത്തൊന്ന് രക്ഷപ്പെടരുത് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അതുവഴി ഞാൻ കയറി വന്നോളാം. അത് നമ്മൾ നാലുപേരിലെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരാള് രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. അപ്പൊ ആദ്യം ഞാനാണ് പോണെങ്കിൽ അവന്മാർക്കറിയാം ഞാൻ പോണ വഴിയിൽ ഉമാരെ കൊണ്ട് പോകും.
മനസ്സിലായില്ലേ? അപ്പൊ ഒരുത്തനെങ്കിലും ഗൾഫിൽ ഏതെ കുറ്റി ആളി ഇനി അവിടെ ചെന്നിട്ട് എനിക്കൊരു വിസ അയക്കണേ എന്ന് പറയുന്ന കണക്കാ. നമ്മളൊരു ചെയിൻ കണക്കാണ്, ഇങ്ങനെ ഇങ്ങനെ കോർത്ത് ഒരാൾ അല്ല ഇനി അടിച്ച് പിരിഞ്ഞ ഇതൊക്കെ വരും. അത് കട്ട് ചെയ്ത അല്ല നീ കൂടെ എന്തെങ്കിലും പറ. ഇനി എനിക്ക് ചോദിക്കാനുള്ളതേ, ഈ ഒരു 2 വർഷം, ഒരു 3 വർഷം, 4 വർഷം മുമ്പ് നിങ്ങളുടെ ഒരു ലൈഫ് ഉണ്ട്, ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു പോയിന്റിൽ, ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ ഒരു ലൈഫ് ഉണ്ട്, നിങ്ങൾ അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ബ്രോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ അന്ന് എങ്ങനെയാണോ അതേ കണക്കാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ ഓർക്കും, ഈ സിനിമയിലൊക്കെ ഉള്ള നമ്മൾ ആ ലൈഫിൽ എന്തൊക്കെ ചെയ്തത്, ചില കാര്യങ്ങൾ ഈ ആൾക്കാരെ ഒരുപാട് ക്രൗഡിന്റെ ഇടയിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതായത് ഇപ്പൊ ഒരു ഉത്സവത്തിനായാലും നമ്മൾ ചിലപ്പോൾ നല്ല ക്രൗഡിന്റെ ഇടയിൽ കയറി ചെന്നിട്ട് നമുക്ക് എന്ത് വേണേലും പറയാൻ എടുക്കുകയും അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് അത്രയും നമുക്ക് പറ്റില്ല. പക്ഷെ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ചേരണം, വലിയ വ്യത്യാസമില്ല. നമ്മൾ എവിടെയെങ്കിലും പോണത്, നമ്മൾ കൂട്ടുകാർക്കിടെ ഇരിക്കുന്നത്, സംസാരിക്കുന്നത്, നമ്മളെ നാട്ടിൽ പോണത്, നമ്മൾ വർക്കല വന്നാൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റും, എവിടെയെങ്കിലും നമ്മൾ എവിടെയില്ല. പക്ഷെ അത് പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാര്യം നമ്മൾ നോർമലി അങ്ങ് പോവായിരിക്കും, അപ്പോഴേക്കും ഇത് അവരല്ലേടാ. ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു, അങ്ങനെ ഇത് ആഷറല്ലേ കാറിൽ നിന്ന് ആരോട് അങ്ങനെ എവിടെയെങ്കിലൊക്കെ വെച്ച് കിട്ടും. അങ്ങനെ വലിയ വ്യത്യാസം തോന്നില്ല. പിന്നെ നേരത്തെ ഫിനാൻഷ്യലി നമുക്ക് അത്ര സ്റ്റേബിൾ അല്ലായിരുന്നു. ഇപ്പൊ നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെറുതായിട്ട് നോക്കാൻ പറ്റുന്നുണ്ട്. അതാണ് വലിയൊരു സഹായം. ഈ ഒരു കാര്യം അത് വലിയൊരു കാര്യമാണ്. കാര്യം നമ്മൾ അതിലും കൂടെ ഒന്ന് സ്റ്റേബിൾ ആയത് കാര്യമായി. നമ്മുടെ ഡയറക്ടർ എങ്ങനെ സെറ്റില് സൈലന്റ് ആയിട്ടുള്ള ആളാണോ, അല്ലെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന പോലത്തെ സൈലന്റ് ആയിട്ടുള്ള ആളാണോ? അല്ലല്ലോ, ഒരിക്കലും അല്ല. ആളുടെ ക്യാരക്ടർ ഇതല്ല, സൈലന്റ് എന്നുള്ള വാക്കേ അവിടെ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ആളങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ പരിപാടിയിൽ വന്നിട്ടില്ല, ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. ഇപ്പൊ ആൾക്ക് അറിയാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് ആൾ ആദ്യമേ കയറി അങ്ങനെ ഒരു വ്യക്തിയല്ല. ഇപ്പം പൊതുവെ 4 പേര് അങ്ങനെയാണ് ഞാൻ തന്നെ സംസാരിക്കുന്നില്ല. ഞാനും ചിലപ്പോ അങ്ങനെയാണ്, അതിൽ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, ഞാനിപ്പം നല്ല രീതിക്ക് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? ആളെന്ന് പറഞ്ഞാൽ ഡയറക്ടർ എന്ന നിലയിൽ ആൾ അടിപൊളിയാണ്. ബാക്കി അതായത് നമ്മൾ കണ്ട ഡയറക്ടർ എന്ന നിലയിൽ അടിപൊളിയാണ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, നമുക്ക് മനസ്സിലാക്കി തരുന്ന. പക്ഷെ ആളിപ്പോ ഇങ്ങനെ ഒരു പരിപാടി ആളങ്ങനെയൊന്നും ഫേസ് ചെയ്തിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ലാഗാണ്. ഉറങ്ങിയാണ് അതുപോലെ നമ്മളെ ഇടയിൽ പറയുന്ന പല കാര്യങ്ങളും ആൾക്ക് കണക്ട് ആവും. കാര്യം നമ്മളായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയി. അതെ, ഡയറക്ടർ അതാണ്. ഒരു കൂട്ടുകാരൻ ഒരു സിനിമ എടുത്താൽ, ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞു, അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു സിനിമ എടുത്താൽ എനിക്ക് എന്തുമാത്രം ഫ്രീഡം കിട്ടും, എനിക്ക് അത്രയും ഫ്രീഡം ഈ പടത്തിലുണ്ടായിരുന്നു. ആണോ? അണ്ണനെ പറ്റിയാ പറയുന്ന മുഖം അനക്കണ്ണ ചിരിക്ക്. അതെ, അങ്ങനെയൊക്കെ ശരിയാണ്. മലയാള സിനിമയുടെ ഒരു ഹ്യൂജ് റിലീസ് സമയത്ത് നിങ്ങളുടെ ഒരു സിനിമ വരുന്നു, അതിൽ നിങ്ങൾ മേജർ റോളിലെത്തുന്നു, സ്വന്തം പേരിലെത്തുന്നു, വലിയൊരു ബെൽറ്റിന്റെ കൂടെയുള്ള ഒരു സിനിമയാണ്. റിയലി പ്രൗഡ് ഓഫ് യു, സോ ഹാപ്പി ഫോർ യു. ഫേമസ് ആയതിനു ശേഷം ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ഒരു നമുക്ക് പൊട്ടുന്ന ഒരു സിറ്റുവേഷനിൽ കയറി ചോദിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ. അതായത് ഇപ്പം നമുക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അത് പ്രതികരിക്കാൻ പറ്റില്ല. അത് ചിലപ്പം കാര്യം നമ്മൾ ചിലപ്പോൾ ശരിയാണെങ്കിലും ചിലപ്പോൾ അതൊരു വീഡിയോയിലൂടെ പോവുകയാണെങ്കിൽ സൊസൈറ്റി ചിലപ്പോൾ അത് വേറെ രീതിയിലേക്ക് കാണും. പക്ഷെ എന്നും നമുക്ക് സൊസൈറ്റിയുടെ ചിലപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാം, അവിടെ എടുത്ത് പറയാൻ. ഏറ്റവും കൂടുതൽ റീടേക്ക് പോയ ഷോട്ടോ അല്ലെങ്കിൽ എടുക്കാൻ കഷ്ടപ്പെട്ട ഷോട്ടോ? അല്ല, അത് അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, അത് കിട്ടുമോ ഇല്ലെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കിട്ടിയാ ഓക്കെ, ഇല്ലേ അത് CGക്ക് ചെയ്യാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതേത് ഷോട്ടാ? അല്ലെ അത് ഈ പടത്തിന്റെ ഒരു എൻ്റെ ഷോട്ടായിരുന്നു. സസ്പെൻസ് ഷോട്ടാണ്. അല്ല, അപ്പൊ അത് കിട്ടോ ഇല്ലെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ CG ഇല്ലാണ്ട് എടുത്തു. അത് മാത്രം. അത് മതിയല്ലോ. അല്ല, അത് ഭയങ്കര യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ്. ഇവരുണ്ടോ അതില്? ഇവര് ഉണ്ട്. അത് എല്ലാവരുടെയും എഫോർട്ട് ഉണ്ട് അതില്. അത് നമുക്ക് ഒരു ഐഡിയ ഇല്ല അത് ഇതൊക്കെ എങ്ങനെ ആയിരിക്കും അത് എത്തോ ഇല്ലയോ എന്നുള്ളത്. പല ട്രിക്കുകളും പല പരിപാടികളും നോക്കി, ഏതോ ഒരു പരിപാടിയിൽ അത് ഓക്കെ ആയി. അത് ഡയറക്ടർ ഒന്നും വിട്ടു പറയുന്നില്ല, പക്ഷെ നമ്മൾ തിയേറ്ററിൽ കാണുന്നു. നിങ്ങൾ ഈ കോണ്ടന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിങ്ങളുടെ ചുറ്റും ഉണ്ടല്ലോ, ഇതിന് നിങ്ങൾ എങ്ങനെ വാല്യൂ ചെയ്തിട്ടാണ് നിങ്ങളുടെ കോണ്ടന്റ് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കീപ്പ് ചെയ്യാറുള്ളത്? നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ട് അത് ചിരിച്ചു കളയല്ലാതെ അതിൽ നിന്നൊന്നും ഇങ്ങോട്ട് എടുക്കൂല. കാര്യം എന്ന് വെച്ചാൽ അത് അത് കൂടുതൽ അതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ നോക്കാൻ നിന്നാൽ നമ്മളല്ലാതാവും. നമ്മൾ വേറെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് ശ്രദ്ധിച്ച് ഇത് ശ്രദ്ധിച്ച് നമ്മൾ നമ്മളായിട്ട് തന്നെ അങ്ങ് പോട്ടെ. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയാണോ തുടങ്ങിയപ്പോൾ ചെയ്ത പരിപാടികൾ അത് തന്നെയാണ് വീഡിയോയിൽ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാര്യം നമ്മളങ്ങനെ ഒരുപാട് ക്വാളിറ്റിക്ക് അത്ര വീഡിയോ ക്വാളിറ്റി അങ്ങനെ വേണം ഇത് വേണം, എന്നാലും നമ്മൾ ചിലതൊക്കെ ശ്രദ്ധിക്കും. അല്ലാതെ നമ്മൾ എന്താണോ ചെയ്യുന്നത്, ഇപ്പം നമ്മളൊരു
വാട്സപ്പിൽ ഒരു കൂട്ടുകാരൻ ഇവിടുന്ന് ഒരു ചിരിക്കുന്ന വീഡിയോ എടുത്ത് അയച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അവന് ചിരിക്കണം, ആൾക്കാർ ചിരിച്ചാൽ മാത്രം മതി എന്നൊരു ഇതേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതലും ഓരോ ആൾക്കാരെ വീഡിയോ ഒന്നും അതൊന്നും ഇൻസ്പയർ ആയിട്ടൊന്നും അല്ല. പിന്നെ ചില ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മൾ ഇൻസ്പയർ ആവാറുണ്ട്. അല്ലാതെ ഇല്ല, എല്ലാവരും അവരുടെ രീതിയിൽ വരട്ടെ. ഇപ്പൊ നിങ്ങൾ വന്നതിന് ശേഷമാണ് കുറെ ടീമുകൾ നിങ്ങളുടെ കൂടെ തന്നെ ഗ്രോ ആയത് വന്നിട്ടുള്ളത്. അതിൽ ഒരാൾക്കാർ നിങ്ങളുടെ കൂടെ, എനിക്ക് ആ ടീമിന്റെ പേര് അറിയില്ല, നിങ്ങളുടെ കൂടെ വാഴ ടൂവിലും ഉണ്ട്. ട്രിവാൻഡ്രം കൊല്ലം സൈഡിലുള്ള സാബിർ. സാബിർ നമ്മളെ നാട്ടിലുള്ള കുറച്ച് പയ്യന്മാരൊക്കെ ഇങ്ങനെ ഒന്ന് പറയാറുണ്ട്, നിങ്ങൾ വീഡിയോ ചെയ്തപ്പോഴാണ് ഇതായ. അപ്പൊ അത് ഭയങ്കര സന്തോഷം. കാര്യം വഴി കാണിച്ചു കൊടുത്തെന്നുള്ളൂ, അവർക്കത് ചെയ്ത് അവരുടേതായ രീതിയിൽ സെറ്റായി. അത് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും അടിപൊളിയായി. അത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കുറെ പേര് ഈ കൊല്ലം ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. ഇപ്പൊ പാൻ ഇന്ത്യൻ ബ്രാഞ്ച് ട്രെൻഡിങ് ആണ്, നിങ്ങൾ ഓൾറെഡി ട്രെൻഡിങ് ആണ്, സാബിർ ടീമുണ്ട്. ഈ ഇത്രയും കളക്റ്റീവായിട്ട് വരുന്ന സമയത്ത് കോണ്ടന്റ് ക്രിയേഷൻ എപ്പോഴും സിനിമയിലേക്കുള്ള ഒരു എൻട്രി ആയിട്ട് തോന്നിയിട്ടുണ്ട്? അല്ലെങ്കിൽ കോണ്ടന്റ് ഇപ്പോഴത്തെ കറന്റ് സിനാരിയോയില് കോണ്ടന്റ് ക്രിയേഷൻ ഇസ് ഓൾവേസ് ബെസ്റ്റ് ഫോർ സിനിമ? അതെ, കാര്യം ഈ ഓഡീഷൻ ചെയ്യുന്നത് ഞാൻ കാട്ടി കൂടുതലും പറയട്ടോ, അതിങ്ങനെ ചെയ്യാതെ ഇത് നമുക്ക് സെലക്ട് ചെയ്ത് പോവാം. ഇപ്പോൾ ഒരു ഡയറക്ടർ ആയാലും ആരായാലും എഴുത്തുകാരനായാലും അവർക്ക് ശ്രദ്ധിക്കാം. എല്ലാവരും മത്സരിക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നോക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓഡീഷൻ മേഖലയാണൊക്കെ ആയി റീല്. അങ്ങനെയാണോ ഡയറക്ടർ ഓഡീഷൻ? ഇപ്പോൾ ഒരു സിനിമ വരാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഓഡീഷൻ വയ്ക്കുമോ? അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഓഡീഷൻ ഉണ്ടായിരുന്നു. രണ്ട് രീതിയിലുള്ള, എപ്പോഴും ഇത് ചെയ്യാൻ ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാകും, ചിലർക്ക് മടിയുള്ളവരുണ്ടാകും. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസൊക്കെ കാണുമല്ലോ, ലൈവായിട്ട് അവർ പെർഫോം ചെയ്യുന്നതാണല്ലോ. അപ്പം നമുക്കത് കുറച്ചുകൂടി ഈസി ആയിരിക്കും അവരെ പിക്ക് ചെയ്യാനാണെങ്കിലും. പിന്നെ അവരുടെ വീഡിയോസൊക്കെ കണ്ട് കുറേ നോക്കുമ്പോൾ നമുക്കറിയാം ഇവരെന്തോരം ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒരു ചെറിയ തോന്നലൊക്കെ ഉണ്ടാകും. അതേപോലെ ഇപ്പോഴത്തെ ഓഡീഷൻ പരിപാടി നടക്കുമ്പോഴും എല്ലാം ഇതാണ്. ഓഡീഷൻ നടക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് കുറച്ചുകൂടി നമുക്ക് അവരുടെ വീഡിയോസ് കുറേ കൂടുതൽ കാണാൻ പറ്റും. മറ്റേ ഒരു മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും അയച്ചു തരുന്നത്, അല്ലെ നേരിട്ട് വന്ന് കണ്ട് ചെയ്ത്. ഇത് ഇവരുടെ ഒരു 10, 50, 100 മേളിൽ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടല്ലോ. അവർക്ക് അത് ചെയ്യാൻ പറ്റുമോ, ഇവർക്ക് എന്തോരം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചെറുതായിട്ടൊരു ഐഡിയ ഒക്കെ നമുക്ക് ചെറിയ രീതിയിൽ തോന്നും. ചിലത് പാളും, ചിലത് സെറ്റാകും. ഈ ഓരോ കാലഘട്ടം അനുസരിച്ചാണ് ഈ ഓരോ കാര്യങ്ങൾ മാറി വരുന്നത്. പണ്ട് നാടകം, പിന്നെ കലാകാരന്മാർക്ക് കലോത്സവം. അതെ, കലോത്സവം. അതായത് അത് കാണാൻ വേണ്ടി ഓഡിയൻസ് എവിടെയാണോ ഉള്ള, അതായത് ഇപ്പം നമുക്ക് കാണിക്കാൻ പറ്റിയ വേദികൾ എവിടെയുള്ള അവിടെ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് സിനിമയിൽ. ഇപ്പോൾ ഓരോ കാലഘട്ടം ഇങ്ങനെ മാറി അനുസരിച്ച് ഇപ്പോൾ ഇവിടെ എത്തി, അത്രേ ഉള്ളൂ. ചിലപ്പോൾ റീലില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും വെച്ച് അങ്ങനെ. പക്ഷെ അത് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ 4 പേരും തമ്മിൽ നല്ല ബോണ്ടാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ആണെന്ന് വിചാരിക്കാം. ഞാനും കൂടെ വരട്ടെ നിങ്ങളുടെ വീഡിയോ എടുക്കാൻ, നിങ്ങളുടെ ടീമിൽ വരട്ടെ, എന്നെ എല്ലാ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യുമോ? കാരണം നിങ്ങളുടെ നിങ്ങൾക്കൊരു ഫാൻ ബേസ് ഉണ്ട്, നിങ്ങളിലൂടെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാകും. ചാൻസ് ചോദിച്ച ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ക്ലോസ് ആയി നിൽക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ അത് ചോദിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഒരു ചോദ്യം ചോദിച്ചു. അത് എങ്ങനെ ഡീൽ, അതായത് എങ്ങനെയാണെന്ന് അറിയാം ബ്രോ, ഫസ്റ്റിലെ വേണ്ടതെന്ന് വെച്ചാൽ അതാണ് പറഞ്ഞത്, നമ്മൾ നല്ലൊരു സുഹൃത്തുക്കളാണ്. നമ്മൾ ആദ്യം ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. നമുക്ക് അങ്ങനെ വെറുതെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു ടീമായിട്ട് തന്നെ നിന്ന് പോകണം. അത് നമ്മളെ കൂട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെ നല്ല കൂട്ടുകാരുണ്ടെന്ന്. ഞാൻ പറയുന്ന മനസ്സിലാക്കുന്ന ഫ്രണ്ട്സ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു. നമ്മൾ ആ കൂട്ടത്തിൽ ആ ഒരു ഇഷ്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അങ്ങനെ ഇഷ്ടമുള്ള കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാം കൂടെ ഒരുമിച്ചേനെ. ആ ഗ്യാങ്ങിൽ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മൾ ഇത്രയും. അപ്പം അവരിഷ്ടമുള്ള കാര്യം ചെയ്യുന്നു, നമ്മൾ നമ്മളെ കാര്യം ചെയ്യും. ഇതിൽ നിന്ന് പിന്നെ നമ്മൾ ഒരു ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 4 മാത്രമേ നിൽക്കാൻ വെച്ചാൽ, അല്ലെങ്കിൽ പിന്നെ പല അഭിപ്രായ വ്യത്യാസം വരും, ഒരുപാട് കാര്യങ്ങൾ വരും, പിന്നെ സംസാരം വരും. ഇതിനെ ചൊല്ലി ചിലപ്പോൾ നമ്മളെ കൂട്ട് നിന്നെന്ന് വരാം. അതിൽ നല്ല നമ്മൾ ആ ഒരു അഭിനയിക്കാൻ താല്പര്യമുള്ള 4 പേര് ഒരുമിച്ച് നിൽക്കട്ടെ, അത് മനസ്സിലാക്കുന്ന കൂട്ടുകാർ കൂടെ നിൽക്കട്ടെ. അങ്ങനെയുള്ള ഒരുപാട് അത്ര അക്സെപ്റ്റ് ചെയ്യുന്ന, നമ്മൾ എന്താണോ പറയുന്നത് അതൊക്കെ മനസ്സിലാക്കുന്ന. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ എടാ നീ അത് ചെയ്യണേ, ചിലപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയാം. അങ്ങനെയൊക്കെ കൂടെ നിൽക്കുന്ന അത്ര നല്ല കൂട്ടുകാരാണ് നമുക്കിടയിലുള്ള. ആൻഡ് നിങ്ങളുടെ കോണ്ടന്റ് ക്രിയേഷനിൽ എപ്പോഴും കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഹുക്ക് എല്ലാ വീഡിയോയിലും ഇട്ടിട്ടുണ്ടാവും. ഇപ്പൊ 2025 ട്രെൻഡിങ് ഡയലോഗിൽ ഒന്നായിരുന്നു ഹെൽത്തി കുട്ടൻ. അത് കഴിഞ്ഞ് എന്റെ സുധിയെ ഉണ്ടായിരുന്നു. പിന്നെ എന്തേലും എഴുതി വെക്കാതെ സീരിയസ് ആയിട്ട് എന്തേലും പറ. അങ്ങനെ ഇവരുടെ ഒരു സിഗ്നേച്ചർ, നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് ഈ കോണ്ടന്റ് സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ ഉള്ളതാണോ, അല്ലെങ്കിൽ വാട്ട് ഡു യു റിയലി? അത് മെയിൻ കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് ഞാൻ പറയാം, അത് ട്രെൻഡ് ആക്കുന്നത് നമ്മൾ അതേന്ന് പറഞ്ഞ് ചെയ്യുന്നോണ്ടല്ല. അതിൽ കൊള്ളാവുന്നത് ആൾക്കാർ എടുക്കുന്നുണ്ട്. അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആ വീഡിയോ കണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഡയലോഗ് അവരങ്ങോട്ട്, അത് നമ്മൾ അത്രയും അവരുടെ ഇടയിലായതുകൊണ്ട് അവരുടെ ഡയലോഗ് അങ്ങോട്ടും പറയുന്നതാണ്.
അത് പിന്നെ പല രീതിയിൽ മാറി 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 അത് പിന്നെ ഒരു ട്രെൻഡിങ് ആയിട്ട് മാറി. ഇത് നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഡയലോഗ്സ് ആണ്? ആദ്യം നമ്മളിടയിലേക്ക് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ രീതിയിൽ ഇതിലേക്ക് മാറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോവുകയാണെങ്കിലും അവിടെ നോർമൽ അല്ലാതെ ഒരു കാര്യം കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കും. എന്നിട്ട് ആൾ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടുവച്ചിട്ട് അത് നമ്മൾ ചിരിക്കും. എന്നിട്ട് പയ്യെ അത് വേറെ രീതിയിലൊക്കെ വീഡിയോയിൽ കൊണ്ടുവരും. അങ്ങനെയൊക്കെയുള്ള പരിപാടിയില്ല. അപ്പം നമ്മൾ നോർമലി വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. ഈ ട്രെൻഡിങ് ആക്കുന്നതും ഡയലോഗ് എടുക്കുന്നതും പറയുന്നതൊക്കെ ആൾക്കാരാണ്. അവരാണ് നമ്മളെല്ലാം ആക്കിയത്, അല്ല വേറെ ഒന്നും പറയാനില്ല. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിരുന്ന ആൾക്കാർ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് നമ്മളെ കറക്റ്റ് രീതിയിൽ കൊണ്ടുപോകുന്നത്. നമ്മൾ വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പറ്റി സംസാരിക്കുകയും എടുക്കുകയും അങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ഫാക്ടേഴ്സാണ് നിങ്ങളുടെ ഈ കോണ്ടന്റ് ക്രിയേഷനിലുള്ളൊരു കൺസിസ്റ്റൻസി. അതിപ്പോൾ നിങ്ങൾ സിനിമ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും കൺസിസ്റ്റൻസി നിങ്ങളുടെ കോണ്ടന്റ് ക്രിയേഷനിൽ എപ്പോഴും ഉണ്ട്. സോ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിങ്ങളെ ലുക്കപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ കോണ്ടന്റ് ചെയ്യണം, എത്ര സിമ്പിൾ ആയിരിക്കണം, ജെന്യുവൻ ആയിരിക്കണം, എത്ര ഫണ്ണി ആയിരിക്കണം, ഈ ലുക്കിൽ എങ്ങനെ ഫണ്ട് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊരുപാട് പേര് നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഒരു വീഡിയോ ചെയ്യുമ്പം മെയിനായിട്ട് ആർക്ക് വേണ്ടിയാണ് ആ വീഡിയോ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ആ ഒരു ഓഡിയൻസിനെ കണക്റ്റ് ആക്കുന്ന രീതിയിൽ എടുക്കുക. ഇപ്പം നിങ്ങളൊരു ഫുഡ് ബ്ലോഗോ ഫുഡിൻ്റെ വീഡിയോ ആണെങ്കിൽ ആ ഒരു പീപ്പിൾസിന് വേണ്ടി അത് ചെയ്യുക. അവിടുന്ന് മാറാൻ നിൽക്കരുത്. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾക്കൊരു കുറച്ച് ഓഡിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് സ്കിപ്പ് ആവരുത്. കാര്യം ആൾക്കാർ ഇങ്ങനെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഈ ഫോണിൽ ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഗ്യാപ്പ് കൊടുക്കരുത്. ചില റിലേഷൻഷിപ്പ് പോലെ, അതായത് നിങ്ങൾ ഇങ്ങനെ സ്നേഹം കൊടുത്തോണ്ടിരിക്കണം. ഇടയ്ക്കല്ലെങ്കിൽ ആരെങ്കിലും കയറും. അതുകൊണ്ട് നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങൾ സിംഗിൾ ആണ് എല്ലാവരും? കാരണം ഇത്രയും ഫാൻ ബേസ് ഉള്ള ആൾക്കാർ നിങ്ങൾ സിംഗിളാ? എങ്ങനെ ബ്രോയുടെ ഫാൻ എന്ന് പറഞ്ഞപ്പോ അത് എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, DM-ൽ വന്നിട്ടുണ്ടാവുമല്ലോ. DM-ലൊക്കെ ഒന്ന് ആലോചിക്കും ബ്രോ. DM-ൽ ഒരാൾ പ്രപ്പോസ് ചെയ്യുന്നു, എനിക്ക് ഇഷ്ടമാണ്, എവിടെ വരട്ടെ എന്ന് ചോദിക്കാൻ പറ്റുമോ ബ്രോ? അപ്പോഴേ സ്ക്രീൻഷോട്ട് എടുത്ത് പോവും. പിന്നെ കുറച്ചാൾ ഞാൻ നിന്ന് കറങ്ങും. ആ ഒരു പേടി കൊണ്ട് മാത്രമല്ല, എന്നാലും റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര ബ്യൂട്ടി ഇല്ല ബ്രോ. അതൊക്കെ ഒരു ടൈം എടുത്ത് നമ്മൾ ഒരു 10-70 വയസ്സിലൊക്കെ ടൈം എടുത്ത് അതിന്റെ സമയത്തിന് സെറ്റ് ആവും. അത് സമയത്ത് ബ്രോ അതങ്ങനെ അത് ശ്രദ്ധിക്കാറില്ല. എന്ത് ചെയ്യാനൊന്നും നടക്കുന്നില്ല. ഇല്ലേ, ഒന്നിനെ പറ്റി ആലോചിക്കുന്നില്ല. മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം ബ്രോ? കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല, ചിലപ്പോൾ അത് കിട്ടാതെ വരും, അപ്പോൾ അത് പ്രശ്നമാവും. അതുകൊണ്ട് അതായത് ചിലപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് ആ സമയത്ത് എങ്ങനെയാണോ ഓക്കെ ആയിട്ട് സമയത്തല്ല, നമുക്ക് ഒരു സമയത്ത് ബെറ്റർ ആണ് തോന്നുന്ന ആളെ ചൂസ് ചെയ്യുക. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആളെ മനസ്സിലാക്കി എങ്ങനെയാണ് നമ്മളെ കുറവും ശരിയൊക്കെ മനസ്സിലാക്കി ആ രീതിയിലൊക്കെ നിൽക്കുന്നത്. നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമുക്ക് ചില സമയത്ത് നമുക്ക് നെഗറ്റീവ് കാണും, ചില കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന, അതെന്തൊക്കെ തിരിച്ചറിയുന്ന, അത് മനസ്സിലാക്കുന്ന ആളാണ് അവിടെയെങ്കിൽ ഓക്കെ. ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. അല്ലേ? അയ്യോ സോറി, എൻ്റെ കാര്യം പറഞ്ഞു. നല്ലൊരു ഫ്രണ്ട്, അതായത് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അങ്ങനത്തെ ഒരു പാർട്ട്ണർ ഉറങ്ങിയിരുന്ന പിള്ളേരെ ചാടി എണീറ്റില്ല. നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും. മനസ്സിലാക്കാം നമ്മൾ എന്താണ്. അതിനൊക്കെ ഞാൻ ചോദിക്കേണ്ട ഉത്തരം പറഞ്ഞു. ഇനിയുണ്ട് പോയിന്റ്സ്. അല്ല, ഇവൻ പറഞ്ഞ കണക്ക് തന്നെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ കാര്യം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പം അതായിരിക്കും ഏറ്റവും വലിയ കാര്യം, തമ്മിൽ സംസാരിച്ച് ചെയ്യുന്നതായിരിക്കും. അതാണ്, അതായത് എന്ത് ഓപ്പൺ ആയിട്ട് ആളുടെ സംസാരിക്കാം. അതാണെങ്കിൽ ആൾക്ക് എൻ്റെ അടുത്ത് ഒരു വലിയൊരു കാര്യമുണ്ട് കേട്ടോ, ട്രസ്റ്റ്. അപ്പൊ ആൾക്ക് എൻ്റെ അടുത്ത് എന്ത് വേണോ ഓപ്പൺ ആയിട്ട് സംസാരിക്കാം എന്നുള്ളൊരു ഇത് വരെയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, എടാ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഒന്ന് പോയി തരും എന്ന് പറഞ്ഞാൽ എന്നാ പോവാം. ഓപ്പൺ, അത്ര ഓപ്പൺ ആയിരിക്കണം. ഡയറക്ടർ പറ. അല്ല, ഇവര് പറഞ്ഞൊക്കെ തന്നെ എല്ലാത്തിനും ഇവര് ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടല്ലോ. നമുക്കൊരു കണക്ഷൻ ഉണ്ടാവണം ആളോട്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലല്ലേ കണക്ഷൻ വരത്തുള്ളൂ. അതെ അതെ, അല്ല, കണക്ഷനാണ് ഏറ്റവും. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, അതൊന്നും കണക്ഷനാണ് മെയിൻ. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അല്ലേ, അതല്ല കമ്മ്യൂണിക്കേഷൻ. അല്ല അല്ലല്ല, ഞാൻ പറയട്ടെ, ചിലപ്പോ സംസാരിക്കാൻ പറ്റൂല, ചില സാഹചര്യം കൊണ്ട് അണ്ടർസ്റ്റാൻഡിങ്. അതാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്. നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് വന്നത് സത്യം പറഞ്ഞത്. അത് തന്നെയാണ്. പിന്നെ കുഴപ്പമില്ല, പറ്റൂല. ചിലപ്പോ ഒരു ഗ്യാപ്പ് വരുമ്പോ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഈ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ 2 ദിവസം ഗ്യാപ്പ് വന്നാലും അത് തമ്മിൽ അറിയാം എവിടം വരെ പോകും.
ചെറിയ കാര്യം പറയട്ടെ. അതൊക്കെ. ആ അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞാൽ ആദ്യം നമ്മൾ നല്ല കമ്മ്യൂണിക്കേഷൻ വേണ്ടേ, എന്നാലേ അണ്ടർസ്റ്റാൻഡിങ് ബോണ്ട് വരത്തുള്ളൂ. അപ്പോഴല്ലേ മനസ്സിലാവുന്നത് ഞാൻ മിണ്ടാതിരുന്നാൽ ഞാനും പുള്ളി തമ്മിൽ അത്ര അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് മനസ്സിലായില്ല. ഉണ്ടെന്നുള്ള മനസ്സിലായില്ലേ. ഈ കമ്മ്യൂണിക്കേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം വേണം ഒരു റിലേഷൻഷിപ്പ്. പെണ്ണ് വേണം, നിർത്തി. ഇതെല്ലാം വേണമെങ്കിൽ അത് പെണ്ണ് വേണം. കോണ്ടന്റ് ക്രിയേഷനിലുള്ള ഒരു ടിപ്സ് അല്ലെങ്കിൽ അതാണ് ബ്രോ. അപ്പം നമ്മള് സ്ഥിരമായിട്ട് അത് ചെയ്യുക. ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവര് വേറെ ഒന്ന് കാണുമ്പോൾ അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ സ്ഥിരം നമ്മളവരെ കാണുക, അവരിലേക്കൊന്ന് ഇറങ്ങുക. എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആ രീതിയിൽ ചെയ്യാൻ നോക്കുക, ബെറ്റർ ആക്കാൻ നോക്കുക. മെയിനായിട്ടെന്ന് വെച്ചാൽ സ്ഥിരം അത് ചെയ്യുക. നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു നമ്മളൊരു പ്രായത്തിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ആൾക്കാരുമായിട്ട് നമ്മൾ ചെന്നു. പിന്നെ അവിടെ നിന്ന് എല്ലാവർക്കും കണക്ട് ആവുന്ന രീതിയിൽ, പിന്നെ ഫ്രണ്ട്സ്, നല്ലൊരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ ഇടയിൽ വരുന്ന കാര്യങ്ങൾ, പിന്നെ വീട്ടിലെ ചില കാര്യങ്ങൾ, പിന്നെ കൊച്ചുമക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതാ. പിന്നെ ചെയ്യുന്ന കാര്യം എന്താണ് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആയിരിക്കണം എന്നൊരു ഇതുണ്ട്. ഇപ്പോൾ ഒരു കോമഡി വീഡിയോ ആണെങ്കിൽ അതിൽ എന്തെങ്കിലും ചിരിക്കാൻ വരണം എന്നൊരു വ്യത്യസ്തമായ കാര്യങ്ങൾ.